അപ്പോൾ ഇന്നലെ ഹരിസിൻ്റെ ദിവ്യസിൽ എടുക്കാൻ ബസ് സ്റ്റാൻഡിൽ പോരാന്ന് ഈ പുതിയ കെട്ടിക്കൊണ്ടുവന്ന വണ്ടി കണ്ട കേട്ടോ. അടിപൊളിയാക്കിയിട്ടുണ്ട്. കരൂർന്ന് കെട്ടിക്കൊണ്ടെന്ന് ഞാൻ തോന്നുന്നു. എന്താ രസം എന്നറിയാം. കാണാൻ വേണ്ടി ബോഡി ആയാലും അതിൻ്റെ വർക്കായാലും കാര്യങ്ങളും. ഇനി ക്യാബിൻ വ്യൂ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് എല്ലാം ഒരേ പൊളിയെന്ന് വേണം പറയാം. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുള്ളത് നമ്മളെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ജനത ടയേഴ്സിൻ്റെ ഗ്യാരേജിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വണ്ടി ആരുടെ കയ്യിലുണ്ടെങ്കിലും ഇനി ഇങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ടയറിൻ്റെ പണിയെല്ലാം ഇവർ എടുത്തിരും കേട്ടോ. അപ്പം ഏത് മുതലാളി ഇറക്കിയതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ നോക്കുമ്പോൾ അത് അവിടെ നമ്മളെ കളേഴ്സിൻ്റെ മാനേജറൊക്കെ ഉണ്ട്. ഇനി കളേഴ്സ് വേറെ ഇറക്കിയതാണെന്നോ അതും പറയാൻ കഴിയില്ല കേട്ടോ. ചിലപ്പോൾ ഇരിക്കൂർന്ന് കണ്ണൂരേക്കോ കണ്ണൂരിൽ നിന്ന് ഇരിക്കൂരേക്കെല്ലാം പോകുമ്പം കളേഴ്സിൽ ആൾ ഫുള്ളായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറക്കിയതായിരിക്കാം. ചിലപ്പം പറയാൻ പറ്റില്ല. ഇനി എല്ലാം വേറെ മുതലാളിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ തൃശ്ശൂർ കണ്ണൂർ ഗുരുവായൂർ റൂട്ടിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ബ്ലോക്കിലൊന്നും പെടാണ്ട് പോകാൻ പറ്റും കേട്ടോ. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളുണ്ട്. പിന്നെ മുതലാളിമാർക്ക് ലാഭമാണ്. അതിൻ്റെ കാരണം എന്താണെന്നല്ലേ, ഇനി പെട്രോളും ഡീസലൊന്നും വേണ്ട, ബാറ്ററിയിലാണ് ഓടുന്നത്. അതുകൊണ്ട് ആ പൈസ ലാഭമാണ്. അപ്പം എന്തായാലും സർവീസിന് വരട്ടെ. അതിനായിട്ട് നമ്മളെല്ലാം കാത്തിക്കുന്നുണ്ട്. ടയറിൻ്റെ വീലം നോക്കിയിട്ട് വൈബന്നെ. ഇനി എം വി ഡി കണ്ടാൽ പൊക്കുമെന്ന് അറിയണ്ടു. പൊക്കാൻ ചാൻസ് ഇല്ല, കാരണം എം വി ഡിയിൽ ഓക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ. കളേഴ്സിൻ്റെ മുതലാളി ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവരിറക്കിയ വണ്ടി തന്നെയാണെന്ന് പറയായിട്ടാണ് ചോദിച്ചിട്ട് എല്ലാം പറയുന്നുണ്ടെങ്കിലും. അപ്പോൾ കൗതുകത്തോടെ കുറേ ഡ്രൈവർമാരെല്ലാം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വണ്ടി ഇനിയും വരട്ടെ, നമുക്ക് സർവീസ് നടത്താൻ പറ്റട്ടെ. അപ്പോൾ ഇനി ലിമിറ്റഡ് ഷോപ്പായിട്ട് ഓടുന്ന പെയിൻറ്റ് ചിലപ്പോൾ മാറ്റേണ്ടി വരും, നീല മാറ്റി ചോപ്പെല്ലാം ആക്കേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ വണ്ടിക്ക് ഇതിൻ്റെ നിരത്തിലിറങ്ങുന്ന ദിവസത്തിനായി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എപ്പോൾ ഇറങ്ങുന്നുള്ള കാര്യങ്ങളിലും. അപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ ഇനിയും വരട്ടെ. ഡീസലിൻ്റെ എണ്ണേൻ്റെ എല്ലാം വില കുത്തനെ ഇടിയട്ടെ. ഇത്രയും മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ, എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ഗായ്സ്.